കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ക്ലാഷ് ഓഫ് ക്ലെയിൻ എന്ന് പറയുന്ന ഗെയിം ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഹാക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെ, ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നു ദിവസവും എനിക്ക് കുറഞ്ഞത് ഒരു 10 കമന്റെങ്കിലും വരാറുണ്ട് യൂട്യൂബില്. ക്ലാഷ് ഓഫ് ക്ലെയിൻ എങ്ങനെയാണ് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ കമന്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറെ ദിവസമായിട്ട് ഈ ഗെയിമിനെ കുറിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഫൈനൽ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ക്ലാഷ് ഓഫ് ക്ലെയിൻ എന്ന് പറയുന്ന ഗെയിം ഞാൻ അങ്ങനെ കളിക്കാറില്ല. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ഒരുപാട് പേര് വളരെ ഇൻട്രസ്റ്റോട് കളിക്കുന്ന ഒരു ഗെയിമാണ് ക്ലാഷ് ഓഫ് ക്ലെയിൻ. ഗെയിം കളിച്ച് കുറെ കഴിയുന്ന ഉടനെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗെയിം ഹാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലെത്താറുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കുന്നത് എങ്ങനെ ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ആകാംക്ഷ കൊണ്ടായിരിക്കാം ഹാക്ക് ചെയ്തായാലും ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ട്. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ലഭിക്കാറുണ്ട്. ക്ലാഷ് ഓഫ് ക്ലെയിൻ ഹാക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിൽ നമ്മൾ ക്ലാഷ് ഓഫ് ക്ലെയിൻ ഹാക്കിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 കണക്കിന് 1000 വീഡിയോകൾ ലഭിക്കും. ക്ലാഷ് ഓഫ് ക്ലെയിൻ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വിത്ത് പ്രൂഫ് നമ്മളെ കാണിക്കുന്ന വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ലഭിക്കും. അതേപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ലഭിക്കും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ക്ലാഷ് ഓഫ് ക്ലെയിൻ എന്ന് പറയുന്ന ഗെയിം നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അടുത്ത ചോദ്യം വന്നു കഴിഞ്ഞു, എന്തുകൊണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല? അത് ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് അറിയണം. അപ്പോൾ സെർവർ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ, അതിപ്പോൾ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സെർച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ എത്തുന്ന ആ ഡേറ്റ സെർവറിൽ സേവ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോറേജ് എന്ന് വേണമെങ്കിൽ പറയാം സെർവറിന്. അവിടെ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി ക്ലയന്റ് എന്താണെന്ന് നോക്കാം. ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിൽ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ അത് നമ്മളാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ആകാം, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രൗസർ ആവാം, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉപയോഗിക്കുന്നു സെർവറിന്റെ ഡേറ്റകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലയന്റ് ആണ്. അപ്പോൾ സെർവറും ക്ലയന്റും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന് ഒരു ഉദാഹരണം പറയാം. HTML. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് HTML ഫയലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിലും HTML ഫയൽ ഉണ്ടാക്കി നമുക്ക് ബ്രൗസറിലൂടെ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇതൊരു ക്ലയന്റ് ലെവൽ കോഡിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കോഡിംഗ് ചെയ്യാൻ സാധിക്കും HTML. എന്നാൽ ഇനി ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഇത് സെർവറിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഇതിന്റെ എല്ലാ പ്രോഗ്രാമിങ്ങും എല്ലാ കോഡിങ്ങും അതിപ്പോൾ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് എല്ലാം തന്നെ നടക്കുന്നത് സെർവറിലാണ്. ഇത് നമുക്ക് സാധാരണ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ സെർവറിൽ നടക്കുന്ന കോഡിങ്ങിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു സിമ്പിൾ HTML ഫോർമാറ്റിലായിരിക്കും. അതിപ്പോൾ വെബ് പേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഈ സിമ്പിൾ HTML ഫോർമാറ്റ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആക്കി നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഗെയിമുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇത് സെർവറിൽ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു ചെറിയ HTML ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. HTML നമുക്ക് ഒരു ക്ലയന്റ് ലെവൽ കോഡിംഗ് ചെയ്യാൻ സാധിക്കും. ഇനി സെർവർ സ്ക്രിപ്റ്റിംഗിന്റെ ഉദാഹരണം പറയുവാണെങ്കിൽ PHP ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കുന്നു. അതെങ്ങനെ കാണണമെന്നുള്ള ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കുന്നു. എന്നാൽ HTML സ്വന്തമായിട്ട് ഒരു ഡിസിഷനുമില്ല. നമ്മൾ എന്ത് കോഡിംഗ് കൊടുക്കുന്നു, എന്ത് പ്രോഗ്രാം കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും HTML വർക്ക് ചെയ്യുന്നത്. ഈ PHP ഹാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം ഇതിന്റെ എല്ലാ കോഡിങ്ങും എല്ലാ പ്രോഗ്രാമിങ്ങും നടക്കുന്നത് സെർവറിലാണ്. അപ്പോൾ നമുക്കിത് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെർവർ മൊത്തമായിട്ട് ഹാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ക്ലാഷ് ഓഫ് ക്ലെയിൻ എന്ന് പറയുന്ന ഗെയിമിന്റെ കാര്യത്തിലും നടക്കുന്നത്. ഈ ഗെയിം ഹാക്ക് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണവും ഇതാണ്. ഇതിന്റെ എല്ലാ പ്രോഗ്രാമിങ്ങും എല്ലാ കോഡിങ്ങും എല്ലാ വാല്യൂസും നടക്കുന്നത് സെർവറിലാണ്. സെർവറിന്റെ എല്ലാ സോഫ്റ്റ്വെയറും ഹൈ പ്രൊഫൈലാണ്. നമുക്ക് പെട്ടെന്ന് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അത് തന്നെയല്ല, റെഗുലർ ബേസിലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും അവിടെ നടക്കും. അതിലൂടെ നമുക്ക് ഹാക്കിംഗ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാകും സെർവർ ഹാക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി ഒരു ഓഫ്ലൈൻ ഗെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അതിന് സെർവറുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്പറുമായിട്ട് ഒരു കണക്ഷനുമില്ല. അവരതിനെക്കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആ ഗെയിം ഡൗൺലോഡ് ചെയ്തു, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കതിൽ കോഡിംഗ്
മാറ്റി ചേഞ്ച് ചെയ്ത് അത് നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ഗെയിം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൺലൈൻ ആക്ടിവേഷൻ ആയിരിക്കും. അതിപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതും ഓൺലൈൻ ആക്ടിവേഷൻ ആണ്. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഓൺലൈൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ, നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ നമ്മളായെങ്കിലും ഇതുണ്ടാക്കിയ ഡെവലപ്പറിന് നമ്മൾ അതിൽ എന്ത് മാറ്റങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാം, നമ്മളൊരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അപ്ഡേഷനുകളിൽ സോഫ്റ്റ്വെയറിൽ ഇംപ്രൂവ്മെന്റുകൾ വരുന്നുണ്ടെങ്കിലും ഡെവലപ്പറിന് മനസ്സിലാക്കാൻ സാധിക്കും അവര് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമുക്ക് നൽകിയത്, അതേപോലെ തന്നെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു 30 days ട്രയൽ വേർഷൻ കിട്ടിയത് നമ്മൾ 30 year ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ അപ്ഡേറ്റുകളിലൂടെ ഡെവലപ്പറിന് മനസ്സിലാക്കാൻ സാധിക്കും. ഓൺലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളും ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സെർവർ വരെ ഹാക്ക് ചെയ്യുന്ന ഈ കാലത്ത് ക്യാഷ് ഓഫ് പ്ലേ എന്ന് പറയുന്ന ഗെയിം എന്തുകൊണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു റൂട്ടഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബൈനറി എഡിറ്ററോ അല്ലെങ്കിൽ ഹാക്ക് എഡിറ്ററോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയലിൽ ചില വാല്യൂസിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് ഗെയിം ഹാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സെർവറിന് അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ ഗെയിമില് നമ്മളുടെ ഫോണിലൂടെ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഗെയിം കളിക്കാതെ തന്നെ നമുക്ക് പോയിന്റ്സ് കൂടി, അത് സെർവർ മനസ്സിലാക്കും. സെർവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അതായത് ക്ലാഷ് ഓഫ് പ്ലേ എന്ന് പറയുന്ന ഗെയിം നമ്മൾ കളിക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ്. നമ്മൾക്ക് 1-2 ദിവസം ഇതേപോലെ എന്തെങ്കിലും ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ഹാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും, പോയിന്റ്സ് കൂട്ടാൻ സാധിക്കും. എന്നാൽ അതേ ദിവസം നമുക്ക് ഇതേപോലെ ഗെയിം കളിക്കാൻ സാധിക്കത്തില്ല. ഒരു ദിവസം അക്കൗണ്ട് ബ്ലോക്ക് ആകും. കാരണം ഇതൊരു ഓൺലൈൻ ഗെയിമാണ്, സെർവറിന്റെ ത്രൂ ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഹാക്ക് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത ഒരു കാര്യമാണ്. സെർവറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെർവറിന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഡിവൈസിൽ നിന്നാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഈ അറ്റാക്ക് ചെയ്യുന്നതെന്ന് സെർവറിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷവും നമ്മളുടെ അക്കൗണ്ട് ഫൈനലി ബ്ലോക്ക് ആകുകയേ ചെയ്യത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രീതി ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഫയർവാൾ ബ്ലോക്ക് ചെയ്ത് നമുക്ക്, അതായത് ഡെവലപ്പറുമായിട്ടുള്ള എല്ലാ കണക്ഷനുകളും ബ്ലോക്ക് ചെയ്ത് നമുക്ക് ഗെയിം ഹാക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ക്യാഷ് ഓഫ് പ്ലേന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കളിക്കുന്നതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ ഇത് ഓൺലൈൻ ഗെയിം ആയിരിക്കുന്നിടത്തോളം കാലം നമുക്കിത് ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഫൈനലി നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു ക്യാഷ് ഓഫ് പ്ലേയിങ് ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ ഗെയിം ഒന്ന് ഹാക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഗെയിം ഹാക്ക് ചെയ്യുക എന്നുള്ളത് നടക്കില്ല. നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് ഇതിൽ ഗെയിം കളിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ചീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ സെർവർ അത് മനസ്സിലാക്കും, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകും. യൂട്യൂബിലും മറ്റും ക്യാഷ് ഓഫ് പ്ലേയിങ് ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഉള്ള വീഡിയോകളൊക്കെ ഫേക്ക് വീഡിയോകളാണ്. കാരണം ക്യാഷ് ഓഫ് പ്ലേയിങ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അങ്ങനെ ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവസാനം അക്കൗണ്ട് ബ്ലോക്ക് ആവും. അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയാസ് അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക, ലൈക്കുകളിലൂടെ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.